ഒക്കെ എന്നത് കൊടുക്കേണ്ടേനു എന്നിട്ടോ ഇവിടെ ഉണ്ടാക്കി കൊടുപ്പിക്കുക നീ കഥ പറയാനുള്ള ശ്രദ്ധയ്ക്ക് പെട്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്തോളൂ. ഞങ്ങൾക്ക് ഇവിടെ പായസം കുടിക്കണം ഉള്ള കാര്യം. സ്വോത്രം സ്വോത്രം തുപ്പി കാണിക്കരുത്. കുറച്ചുമ്പോ ഞാൻ പായസം തെറിച്ചുണ്ടല്ലോ മോഹം പൊള്ളിയിരിക്കും. നോക്കുവാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപൂർവമായിട്ടല്ലേ കാണുന്നുണ്ട്. അപൂർവമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വെച്ച് കാണുമ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കും. വീട്ടിലാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യില്ല. എവിടെ കിച്ചു പറയാം അമ്മ ഇതുവരെ ഒന്നും കാര്യം ചെയ്യാം. ആ കയ്യില് 2 സ്പൂൺ എല്ലാവർക്കും അത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ വേണ്ട. പാർശ്വാലിറ്റി കാണിക്കും. അവൾ അവിടെ പാർശ്വാലിറ്റി നിറയെ എല്ലാവർക്കും ഒഴിക്കും. ഇവിടെ 2 സ്പൂൺ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒഴിച്ചോ. നീ നിന്റെ പാർശ്വാലിറ്റി കാണിക്കും. അവളവിടെ അടുത്ത കേൾക്കും. അതെനിക്ക് അറിയത്തില്ല. അതാണ് ഞാൻ വേർതിരിവ് കാണിക്കുക. നീ നിന്റെ പാർശ്വാലിറ്റി കാണിക്കും. അവൾ അവിടെ പാർശ്വാലിറ്റി കാണിക്കുന്നത്. പക്ഷേ ആക്ച്വലി പാർശ്വാലിറ്റി അത് വലിയ സംഭവം പറഞ്ഞത്. പക്ഷെ ഇതായിരുന്നു തോന്നുന്നു. നിന്റെ ശൈലിയെ ഇതിനോടുള്ള ഇത് വെള്ളമില്ല. അതിനോടുള്ള മധുരം ഉണ്ടായിരുന്നോ? സൂപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ട്. കഥയൊക്കെ പറയിപ്പിക്കണില്ലേ? ഇത് ആവാനായോ? ഈ സാധനം ഇല്ലേ അന്ന് ഇവിടെ ഉണ്ടാക്കിയപ്പോ വെന്തിട്ടുണ്ടായിരുന്നില്ല. അത് വേവിക്കണം നന്നായിട്ട്. അത് ഈ കുറച്ച് വെച്ചിട്ട് സ്റ്റൗ കുറച്ച് വെച്ച് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണം ഇങ്ങനെ. ഗ്ലാസ് എല്ലാത്തും ഇരുത്തോന്നു. ഗ്ലാസ് എടുക്കണോ? അല്ല പാത്രം എന്റെ ഒരു ഗ്ലാസ് വെള്ളം കൂടുതൽ ഈ സേമി ഇല്ലിന് കുഴപ്പമില്ല. വെള്ളം കൂടുതൽ വെന്തിട്ടില്ല. വേവിക്കണം നന്നായിട്ട്. പൊടിഞ്ഞു പോയോ? അങ്ങനെ വെന്തെന്ന് മനസ്സിലാവുക കാണുമ്പോ അറിയാൻ പറ്റും. കളറല്ല ഇങ്ങനെ നല്ല നൂഡിൽസ് പോലെ വരും. അതാ ടേസ്റ്റ്. എനിക്കതാ ഇഷ്ടം. എല്ലാവർക്കും അങ്ങനെ എനിക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഭാഗത്തേക്ക് പോയല്ലോ. മറിയത്തടാ പൊന്നെ മറിയുന്നു. അങ്ങനെ ചേച്ചി നിങ്ങള് പായസം ഉണ്ടാക്കലുണ്ടോ? ഉണ്ട്. എപ്പോഴൊക്കെ ഉണ്ടാക്കും? ഓണത്തിന് ഇടയ്ക്ക് തോന്നും വീട്ടില് പായസം കുടിക്കണം. ചേച്ചിക്ക് ഭയങ്കര ഇത് ആണോ? ഇതുപോലെ തന്നെ ഉണ്ടാക്കുക? എനിക്ക് ആദ്യം സേമിയ പായസം ഇഷ്ടമല്ല. പിള്ളേരുടെ ബർത്ത്ഡേക്ക് എന്റെ ബർത്ത്ഡേക്ക് ഒക്കെ പായസം. എനിക്ക് സേമിയ പായസം ഇഷ്ടമില്ല. ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കറി എടുക്കുന്നില്ലേ ഒരു സാഹചര്യം. എനിക്ക് ഒള്ളി സേമിയ മാത്രമേ ഇഷ്ടമുള്ളൂ. എനിക്കിപ്പോ ഇഷ്ടമായതാ സാഹചര്യം കൊണ്ട്. വെള്ളം അടച്ചു ഇങ്ങനെ എനിക്ക് വെള്ളം മതി. പരിപ്പ് പായസം പാലട പായസം. എനിക്ക് കടലല്ല. എന്റെ അമ്മ എല്ലാ പായസം മുളയരി എല്ലാ പ്രാവശ്യം പറഞ്ഞതേ ഉള്ളൂ. വെസൽ ടീം ഒരിക്കലും മറ്റുള്ളവരെ പാത്രങ്ങൾ കഴുകാനുള്ള ഓൺലി വെസൽസ്. പിന്നെ വെസലല്ലാതെ ഓൺലി ദിസ് വെസൽസ്. വലിയ വെസൽസ്. അത് കുസലാണ്. കുക്കിംഗ് വെസൽസ്.
അതാണ് അത് തിരിച്ചു പറഞ്ഞ കുസൽ. സിമ്പിൾ ആയിട്ട് പറഞ്ഞത് കുക്കിംഗ് മസൽ. ഇതിന്റെ കുടിച്ചെടുത്തിട്ട് കഥ പറച്ചിട്ട് കണക്കൊന്നും എനിക്ക് തോന്നി. ഇത് എപ്പോഴും എടുത്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് മുറിച്ചെടുക്കാനുള്ളതല്ലേ ഇത് പിടിച്ചേ? എന്ത് കിട്ടിയ ടേസ്റ്റ് ഇവിടെ ടേസ്റ്റ് തിളക്കുന്നുണ്ട്. ആ സാധനം വേവണ്ടേ? അത് ഇവിടെ ടേസ്റ്റ് അന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടായിരുന്നില്ല. ഇല്ലേ? തോന്നിയില്ലേ? ഇല്ലായിരുന്നു. നമുക്ക് ടേസ്റ്റ് മാത്രം. അന്ന് എന്തുകൊണ്ട് ഷെഫ് അത് വേവിച്ചില്ല? നിങ്ങളൊക്കെ മണ്ടന്മാരാണെന്ന് വിചാരിച്ചിട്ട് വേവിക്കാത്ത നൂഡിൽസ് പായസത്തിലിട്ട് തന്നതാണോ? ഇല്ല. ആയോ? 3 കൂടി വേണം, 4 കൂടി വേണം. മധുരമായോണ്ട് മാത്രമേ ഇവിടെ നിൽക്കുന്നുള്ളൂ. ചെമ്പുചട്ടിയൊക്കെ കൊണ്ടുവന്ന് നമ്മളെല്ലാരും കൂടെ അതിനകത്ത് കയറില്ലേ പണിപ്പുര. അപ്പൊ എനിക്ക് ഓർമ്മ വന്ന സിനിമ ഏതാണെന്നറിയാമോ? അനുമോളെ കഥാനായകൻ ലാസ്റ്റ് ഇതെല്ലാം കടവിന് കൊണ്ടുപോകുന്നു പോയിട്ട് വന്നിട്ട് കഴിക്കാൻ ടേസ്റ്റ്. എനിക്ക് ചൂടോടുക്ക വേണമെന്നില്ല. എനിക്ക് ചൂടോടുക്ക വേണ്ട, എനിക്ക് തണുത്തത് മതി. ടേസ്റ്റ് എപ്പോഴും കൊറേ നേരം വെച്ചിരിക്കണം. അപ്പൊ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. നല്ല ടേസ്റ്റ് കൂടും. എപ്പോഴും പായസം അങ്ങനെയാണ് കഴിക്കുന്നത്. പോയിട്ട് വരാം. കഴിഞ്ഞെങ്കിൽ ഓഫ് ചെയ്യാം, വേണമെങ്കിൽ ടേസ്റ്റ് നോക്കാം. പോയിട്ട് വന്നിട്ട് കഴിക്കാം. പക്ഷെ കുറച്ച് നല്ല ടേസ്റ്റ് വേണമെങ്കിലേ പോയിട്ട് നൂഡിൽസ് വല്ലാതെ കിട്ടുള്ളൂ. കൊണ്ടുപോകാനാ ഇപ്പൊ തന്നെ സമ്മതിക്കും ബിഗ് ബോസ്. തരൂ ശക്തി. ക്ഷമയില്ലാത്ത പിള്ളേരേട്ടാ. ആർക്കും ക്ഷമയില്ല. ക്ഷമയില്ല. കാരണം ഇത് വല്ലപ്പോഴും കിട്ടുന്ന. വീട്ടിലാണെങ്കിൽ നല്ല ക്ഷമയാണ്. അടുക്കള ഇങ്ങനെ ഇരുന്നാൽ മൈൻഡ് പോലും ചെയ്യത്തില്ല. പായസമൊക്കെ കൊണ്ട് കൊടുത്തോ, അപ്പുറത്ത് അവിടെ കൊടുത്തോ ഇവിടെ കൊടുത്തോ, മൈൻഡ് ചെയ്യത്തില്ല. ഫ്രിഡ്ജിനകത്ത് ഇരുന്നിരുന്ന് ഉണങ്ങും. എന്തേ നിക്കുന്ന നിപ്പ് കണ്ടില്ലേ? പൂച്ച നിക്കുന്ന പോലെ തിരിച്ചെടുപ്പ് വിട്ടോണ്ട് നിക്കുവാ. അല്ലെ കാണത്തില്ലേ? അത്രേ ഉള്ളത്. കാണത്തില്ല. ഇത് കണ്ട വെന്തിട്ടില്ല. നൂഡിൽസ് ഒക്കെ അത്രേ വേവുള്ളൂ. ഇനി എടുക്ക പാത്രത്തിലേക്ക്. ഇനി അന്ന് വേവിക്കാണ്ട് തന്നെന്ന് പറഞ്ഞിട്ടാണ് എത്ര വേവിക്കുന്നത്. ഓളാ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. നമുക്കതൊന്നും മനസ്സിലാവില്ല. നമ്മള് മാതിരം കിട്ടിയോ നമ്മള് എനിക്കൊന്നും മനസ്സിലായില്ല. അവള് പറഞ്ഞപ്പോഴാ. ക്ഷമയില്ല. ഇത് വെച്ചിന്ന് പോയിട്ട് വന്നിട്ട് കഴിച്ചാ പോലെ. പോയിട്ട് വന്നിട്ട് നമുക്ക് ടെൻഷൻ ആയിരിക്കും. കട പോലെ കാണത്തില്ല. കഥ കേൾക്കാനുള്ള മൂഡ് കാണില്ല. ഇപ്പൊ ചൂട് കഴിച്ച ഒരു ടേസ്റ്റും ഇല്ല. ഇതിലുണ്ടോ? ഇരിക്കിട്ട് മോളെ. അതൊക്കെ കൊടുക്കണം. നമ്മളെല്ലാരും കൂടി ടേസ്റ്റ് നോക്കാം. വെന്തിട്ടില്ലല്ലോ. വെന്തിട്ടില്ലെന്നോ? കുറേ നേരം വെക്കണം. 1 മണിക്കൂർ. ഞാൻ പറഞ്ഞു പോയിട്ട് വന്നിട്ട് കഴിക്കാം. അങ്ങ് തരാം. ഞാൻ എടുത്തു കൊടുക്കാം. വേണ്ട തെങ്ങിന് ഇത് അതെ അതെ
ഒഴിച്ച് അല്ലെങ്കിൽ കുറച്ച് ഒഴിട്ട് അങ്ങനെ കിട്ടാ എന്താ പരിപാടി? അങ്ങനെ തന്നെ എടുത്തിങ്ങനെ ഓക്കെ മണ്ണ് ഒന്നും കൂടെ ഒക്കെ രണ്ടെണ്ണം ഒഴിക്കാ ഒഴിക്കാൻ പറ്റൂ ഇങ്ങനെ പിശിക്കാം. നിങ്ങൾക്ക് എനിക്ക് വേണ്ട, നിങ്ങൾ എന്നെ കുടിച്ചോട്ടോ. എന്നാ അനുമോൾ എനിക്കാണ് സേമിയൊക്കെ താഴെ ഒട്ടിക്കെടുക്കുന്നുണ്ട് എന്തോ സേമിയ നിങ്ങൾ സമാധാനം ക്ഷമിക്കുന്നുണ്ട്. ചെയ്തില്ല. ഇവിടെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നിന്ന ആൾക്കാർ കുറച്ച് എക്സ്ട്രാ ആണ്. അതെ ഞങ്ങളോട് നിങ്ങൾ ഞാൻ പറഞ്ഞു നിക്കാൻ, നീ പറയണ്ടേ കാലം. സേമിയ അടിയിലുണ്ട് എടുത്തൂട് നോക്കിയോ എടുക്കാനിരിക്കുന്നു. അതല്ല, അതുകൊണ്ടല്ല. നമുക്കൊരു ടാസ്ക് കിട്ടിയാലേ മറ്റേ സംസാരിക്കാനുള്ള ടാസ്ക് കിട്ടിയാൽ അതിൽ പറയാൻ വെച്ചിരിക്കും. അതുകൊണ്ടാ. ആണെങ്കിൽ അപ്പൊ ആ ടാസ്ക് നിന്റെ ഒരു കയ്യടി വേസ്റ്റ് ആയാലോ? കയ്യടി എങ്കിലൊരു ആടി അപ്പൊ എന്താ പറഞ്ഞാണേ ഒരു ദിവസം കൂടെ പോലെ വലിയ സംഭവം ഒന്നും അല്ല, അത്ര വലിയ സംഭവം അല്ല. എന്നാ നമ്മൾ ഇത്ര എക്സ്പെക്ടേഷൻ പറഞ്ഞിട്ട് പിന്നെ നീ നാളെ പറഞ്ഞത് അതെന്താന്ന് പറയാ, ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പറയാതിരിക്കുമ്പോ നീളും തോറും കയ്യടി കുറയുള്ളൂ. കാരണം അങ്ങനെയൊന്നുമില്ല. എക്സ്പെക്ട് ചെയ്ത് ആ അത്ര ഇനി ഇതായിരുന്നു എല്ലാവരും അത്രയ്ക്കുള്ള സംഭവം. ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരിക. പറയാം, നൈറ്റ് പറയാം. ഞാനും എന്റെ ടീംമേറ്റും വരും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പറയാം. അത് വലിയ സംഭവമൊന്നുമില്ല. സാധനമാണ്. ഇല്ല വലിയ സംഭവമൊന്നുമില്ല. വലിയ സംഭവമൊന്നുമില്ല. ഇല്ല വലിയ സംഭവമൊന്നുമില്ല. ദൃശ്യം എടുത്തപ്പോ പറഞ്ഞ പോലെ ചെറിയ പടാന്നൊക്കെ പറഞ്ഞു. ഇതിനകത്ത് സിനിമ പോലെ തന്നെ ആയിരുന്നല്ലോ. അത്രക്കില്ല വർക്കൗട്ട് ആയിരുന്നെന്നുണ്ടെങ്കിലേ ഞാൻ അത്ര തള്ളത്തില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് ചൂടാണ് നല്ല ചൂടാണ്. നാ വിളിക്കും.